ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഒരു ഒറ്റ മൈൻഡ് ട്രിപ്പ് വന്നിരിക്കുകയാണ്. ഇന്നലെ രാത്രി ചായ അടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫ്രീയുണ്ട് പോകാമെന്നൊരു തോന്നല്. ഒന്നും നോക്കിയില്ല, ബാഗ് എടുത്ത് ചാടി ഇറങ്ങി. ഇൻ്റെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഗൈസ്. അപ്പോൾ ഇനി ബസ് പിടിക്കലാണ് പരിപാടി. ബസ് തിരഞ്ഞ് നടക്കുകയാണ്. ബസ് കണ്ടുപിടിച്ച് അതിൽ കയറിയിട്ട് വേണം ധർമ്മശാലയിൽ പോകണം. ധർമ്മശാലയിൽ നിന്ന് വേണം നമുക്ക് മാറിയിട്ട് ട്രിപ്പും കാര്യങ്ങളും തുടങ്ങാൻ. അത് വേണ്ടിയില്ല കഴിച്ചു, രണ്ട് കണ്ണട തോപ്പി ബന്ധാന എല്ലാം എടുത്തിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ബസ്സിന് ഒടുക്കത്തെ റേറ്റ് 250 റുപ്യൊക്കെ ചോദിക്കുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് വന്നാണ് നമ്മള്. അതിനെ വേറൊന്നും നോക്കിയില്ല, കൈ കാട്ടാനുള്ള തീരുമാനമായി. ഒരു ലിഫ്റ്റ് അടിക്കാൻ നിൽക്കണ കോലം കണ്ണുകള് എന്താ നോക്കിയാ ഈ ബന്ധാന ഇതും കണ്ണടയൊക്കെ വെച്ച് വലിച്ചിട്ടിട്ട് കേട്ട് നോക്കി പോകുന്നുണ്ടോ. നീണ്ട പരിശ്രമത്തിന് ശേഷം ബസ് വണ്ടികളൊന്നും നിർത്തിയില്ല. അവസാനം ഞങ്ങൾ എന്താക്കി, ബസ്സിന് തന്നെ കയറാൻ തീരുമാനിച്ചു. ബസ്സെങ്കി ബസ്. ഗൈസ്, ഈ മണ്ടന് ഹിന്ദി അറിയാത്തതിന്റെ പ്രശ്നമാണ്, അല്ലാണ്ട് പൈസ കൂടിയിട്ടൊന്നല്ല. ഒരു ടിക്കറ്റിന് വെറും 125 റുപ്യ ഉള്ളു ധർമ്മശാല വരെ. കേട്ടോ മൊണ്ടക്ക് ഇയാള് 2 എണ്ണത്തിന് 250 പറഞ്ഞേ. ഓൻ കേട്ടത് ഒരാൾക്ക് 250. അപ്പൊ ബസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ബസ് കയറിയ സ്ഥലത്തിന്റെ പേര് അമ്പ് എന്നാണ്. അമ്പ് ഇവിടുന്ന് ഇനി പോയിട്ട് ധർമ്മശാലയിൽ ഇറങ്ങും. ധർമ്മശാലയിൽ നിന്ന് മെക്ലോഡ്ഗഞ്ചിൽ നിന്ന് നമ്മള് ഗല്ലു ടെമ്പിൾ വരെ പോകും. ഗല്ലു ടെമ്പിളിൽ നിന്നാണ് നമ്മളെ ട്രക്ക് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗൈസ്, ഭാഗ്യം എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് ഭാഗ്യം. നമ്മള് വണ്ടി കയറി, വണ്ടി ഒരു 5 മിനിറ്റ് കയറിയപ്പോൾ വണ്ടി നാശമായി. എല്ലാവരും ഇറങ്ങുന്നു, വണ്ടി നാശമായി. ഗൈസ്, എന്താ ഭാഗ്യം, ഒരു ട്രിപ്പിന് ഇറങ്ങി തിരിച്ചതാണ് അവസ്ഥ. എന്താ ചെയ്യാ, ഇതാണ് അവസ്ഥ. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും മൂഞ്ചും. വണ്ടി പുകഞ്ഞ് കത്തി. ഇതൊന്നും പോരായിട്ട് ബസ്സിന്റെ പേര് നോക്കി നിങ്ങള്, അൺഎംപ്ലോയിഡ്. അപ്പൊ നമ്മളെ പിക്ക് ചെയ്യാൻ പുതിയ ബസ് വന്നിട്ടുണ്ട്. ഇനി ഈ ബസ്സിലാണ് യാത്ര. എന്താ തിരക്ക്. അപ്പൊ സ്പോർട്ട് വൈബ്സിന് ഇൻസ്പയർ ആയിട്ട് ഇനി മുതൽ നമ്മള് കന്നഡന്റെ അവിടെ മൈക്കൊക്കെ തീരുമാനിച്ചിരിക്കുകയാണ്. ബെറ്റർ ഓഡിയോ ക്വാളിറ്റി, സ്പോർട്ട് വൈബ്സ് ഫ്രം കുന്നംകുളം. വെറുതെ നല്ല ആൾക്കാർ ഇവനെ ബോറടിക്കുമ്പോഴും പിന്നെ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആകുമ്പോഴും ഇങ്ങോട്ടേക്ക് മലമുകളിലേക്ക് കയറിയിട്ടത്. ഈ ബസ്സിലെ പാട്ടുകളൊന്നും ശ്രദ്ധിച്ചു നോക്കി. ഒറ്റയടിക്ക് നമ്മളൊരു 10-15 കൊല്ലം പുറകോട്ടേക്ക് പോകും. ഈ അധികം പോപ്പുലേഷൻ ഇല്ലാത്ത സ്ഥലങ്ങളും തിരക്കും ഇല്ലാത്ത കുറെ റോഡും കാര്യങ്ങളും. ഭയങ്കര ഒരു പീസ്ഫുൾ വൈബാണ് മൊത്തത്തില്. നമ്മള് നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം പിന്നെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. നാട്ടില് എവിടെ പോയി കഴിഞ്ഞാലും ബസ് കയറി കഴിഞ്ഞാല് നമുക്ക് സ്ഥലം അറിയണമെന്നുണ്ടെങ്കിൽ ഓരോ കടന്റെ ബോർഡുകളിലേക്ക് നോക്കിയാൽ മതി. ആ ബോർഡിൽ ഉണ്ടാവും ഏത് സ്ഥലമാണ്, ഏത് റോഡാണ്, എവിടെയാണ് ഉള്ളത് എന്നുള്ളതൊക്കെ. ഡൽഹിയിലെത്തിയതിനു ശേഷം ഭയങ്കര അധികം മിസ് ചെയ്തൊരു സാധനമാണ് അത്. ഡൽഹിയിൽ എവിടെ അങ്ങനെ ഒരു സെറ്റപ്പേ ഇല്ല. ഏത് കടയൊക്കെ നോക്കിയാലും ഒന്നും മനസ്സിലാവൂല, അത് എവിടെ എത്തിയൊന്നും ഒരു പിടുത്തമല്ല. ഇവിടെ ഹിമാചലിൽ എത്തിയപ്പോ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മള് കടയിൽ ബോർഡുകളിൽ ശ്രദ്ധിച്ചപ്പോ ഇവിടെ അതേ സെറ്റപ്പ് ഉണ്ട്. ഓരോ സ്ഥലം ഏത് റോഡാണ്, എങ്ങോട്ടേക്കാണ്, ഏതാ ടൗൺ എന്നുള്ളതൊക്കെ അതിന് കൃത്യമായിട്ട് എഴുതിച്ചിട്ടുണ്ട് നാട്ടിലെ പോലെ. ഡൽഹിയിൽ അത് ഭയങ്കര ഒരു മിസ്സിംഗ് ആയിട്ടുള്ള കാര്യമാണ്. വേറെ റോഡിനെ പറ്റി എടുത്ത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഹിമാചലിലാണെങ്കിലും ഉത്തരാഖണ്ഡിലാണെങ്കിലും ഞാൻ യാത്ര ചെയ്ത് ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും മെയിൻ റോഡുകൾ ഒരുമാതിരി ക്ലീനല്ല, കുണ്ടും കുഴിയില്ല, നല്ല അടിപൊളി റോഡ്. വണ്ടിയിലിരുന്ന് കുലുക്കുണ്ടെങ്കിലും ആ ഒരു എട്ടങ്ങാറിലിരിക്കുന്നതിന്റെ കാണിച്ചതാ. ഇതേമാതിരത്തെ കിടില റോഡും ഈ വ്യൂവും കൂടി ആവുമ്പോഴല്ലോ ആ ഒരു സുഖം വേറെ തന്നെയാണ്. ഇതിനൊന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ വരണോ, അല്ലെങ്കിൽ ഇതേമാതിരി ഏതെങ്കിലും മലമുകളിലുള്ള ഹിമാചൽ, ഉത്തരാഖണ്ഡ് അങ്ങോട്ടേക്ക് നോർത്തിലേക്ക് കാണാം. ഇത് നോർത്ത് പോയി കാണാൻ പറ്റാത്തൊരു നാട്ടിൽ നിന്ന് എന്ത് ചെയ്യാം, വയനാട്ടിൽ കയറാം. അവിടെ നിങ്ങൾക്ക് ഈ സാധനം കിട്ടും. അപ്പൊ നമുക്ക് ദീദിയില ഒരു മിഠായിയും കാര്യങ്ങളൊക്കെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്, തേങ്ങയും കൊണ്ട് ഉണ്ടാക്കിയതാ. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ ഉള്ളത് ജ്വാലാമുഖിയിലാണ്. 2ാമത് കയറിയ ബസ് ഇവിടം വരെ ഉള്ളൂ. ഇനി ഇവിടുന്ന് അടുത്ത ബസ് ഒരു കൊണ്ടുവരും, എന്നിട്ട് അതിൽ കയറണം. ഇപ്പൊ മൊത്തം 3ാമത്തെ ബസ്സിലാണ്. ആദ്യത്തെ ബസ് കേടായി കാസിമിന്റെ ഐശ്വര്യം കൊണ്ട്. 2ാമത്തെ ബസ് ഇവിടം വരെ ഉള്ളു പറഞ്ഞു. ഈ 3ാമത്തെ ബസ് കയറി അടുത്ത യാത്ര. ഈ സ്ഥലത്തിന് പേരാണ് ജ്വാലാമുഖി. ഇവിടെ എന്തുകൊണ്ട് ജ്വാലാമുഖി പേര് വരാൻ കാരണം വെച്ചാൽ
ജ്വാലാമുഖി ദേവിന്റെ ടെമ്പിൾ ഉണ്ട് അവിടെ, അതുകൊണ്ടാണ് ജ്വാലാമുഖി സ്ഥലത്തിന് പേര് വന്നത്. പിന്നെയും മൂഞ്ചി ഗൈസ്. അടുത്ത ബസ് മാറി കയറിയപ്പോ മറ്റേ ബസ്സുകാർ ചാമ്പി. മറ്റേ ബസ്സുകാർ നമ്മൾ വിചാരിച്ച് ധർമ്മശാല വരെയുള്ള ടിക്കറ്റ് എടുത്തേന്നാ. അതാണ് വലിയ സന്തോഷത്ത് പറഞ്ഞത്. പക്ഷെ ധർമ്മശാല വരെ ഇല്ല, മറ്റേ നേരത്തെ ബസ് മാറി ഇറങ്ങി കൊടുത്തവരേ ഉള്ളൂ. ഇനി ഇവിടുന്ന് കാങ്കട വരെ 90 രൂപ ടിക്കറ്റ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പിന്നെ ധർമ്മശാല വരെയും പോകണം. മൂഞ്ചി ഗൈസ്, മൂഞ്ചി. അതാ പോണി നമ്മളെ ബസ്. 5 പൈസ കയ്യിലില്ലാത്തത് കൊണ്ട് ഞങ്ങൾ അവസാനം ഉള്ളതൊക്കെ എടുത്ത് കൊടുത്ത് ബസ്സാർക്ക് കൊടുത്ത് ട്രിപ്പ് പകുതിയായില്ല. അതിന് മുമ്പ് പൈസ ബഡ്ജറ്റ് ചെയ്ത് ഇനിയിപ്പോൾ 10 രൂപയുടെ ഫ്രൂട്ടി വാങ്ങിയ വെച്ച് നടക്കുകയാണ് നേരെ ധർമ്മശാല. അപ്പോൾ കൈസ ധർമ്മശാല വെറും 18 കിലോമീറ്ററേ ഉള്ളൂ. 18 കിലോമീറ്റർ ഞാനും താസിമും നടക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ നടന്ന് 18 കിലോമീറ്റർ പോകാൻ പോകും. ഗൈസ വലിയ കാര്യത്തിൽ ഒരു പേസ്റ്റും ബ്രഷും മണ്ണൻ ബ്രഷ് എടുത്തി ഒരു ബ്രഷും പേസ്റ്റൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു മോയ്സ്ചറൈസർ എടുക്കാൻ വിചാരിച്ചു. മോയ്സ്ചറൈസർ എടുത്ത് നോക്കുമ്പോൾ 150 രൂപ. വലിയ കാര്യത്തിൻ്റെ 78 രൂപയൊക്കെ ഉണ്ട്, കയ്യിൽ 78 രൂപയൊക്കെ ഉണ്ട്. ഞാൻ 78 രൂപ ബാക്കി ബാലൻസ് ഉള്ളൂ, അതിൽ കിട്ടണ എന്താ വെച്ചാൽ വാങ്ങിക്കോ പറഞ്ഞു. അത് എൻ്റെ ബാങ്ക് ബാലൻസ് എന്ന് കാണിച്ചാൽ 78 കൈസ്, 7.68. എന്നിട്ടാണ് ഇവിടെ വലിച്ച് കയറ്റിയത്. നടന്നെത്തൂല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ വേറെ വയ്യൊന്നുമില്ല, ലിഫ്റ്റ് അടിച്ച് പോവാം. ഏതെങ്കിലും വണ്ടി കിട്ടുമോ നോക്കട്ടെ. അങ്ങനെ അവസാനം നമുക്ക് വണ്ടി കിട്ടി. കുറേ വണ്ടിക്ക് കയ്യേണ്ടി അവസാനം നമ്മളെ വയ്യ വണ്ടി നിർത്തി. പക്ഷെ 3 കിലോമീറ്റർ ഉള്ള പറഞ്ഞേ കുഴപ്പമില്ല. നമ്മുടെ വീട്ടിൽ ഇനി നമ്മൾ ഹിച്ച് ഹൈക്കിംഗ് ആണ് വരുന്നത്. എന്താ വ്യൂ കാണുന്നുണ്ടോ? ഹിമാലയൻ പർവ്വതനിരകളാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് കഴിച്ച് നമുക്ക് ലിഫ്റ്റ് തന്ന വയ്യ. താങ്ക് യു ഭയ്യ, താങ്ക് യു. വെൽക്കം. നൈസ് ടു മീറ്റ് യു. വെൽത്തെ ഭയ്യ. ഓക്കെ, അടുത്ത വണ്ടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ ധർമ്മശാല വരെ എത്തും. അപ്പോൾ ധർമ്മശാല ഡ്രോപ്പ് ചെയ്ത് തരാറുണ്ട്. ഇനി അവിടുന്ന് ബാക്കി എങ്ങനെ പോകാനുള്ള നോക്കണം. അപ്പോൾ കഴിച്ച് ഇതാണ് നമുക്ക് ധർമ്മശാല വരെ ലിഫ്റ്റ് തന്ന ബൈ. താങ്ക് യു ഭയ്യ. ഗൈസ്, ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം നടന്നിങ്ങനെ. നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് കയറിയ വണ്ടിയിൽ ആ വണ്ടിയിൽ നിന്ന് വച്ചാൻ പറഞ്ഞത് ഹിമാലയൻ മുസാഫിർ എന്ന് പറഞ്ഞിട്ട് ധർമ്മശാലയിലൊരു കഫേ ഉണ്ട്. ആ കഫേ ചെന്നിട്ട് മൂപ്പരെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും യാത്രൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനോ അറിയാനോ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ കരേരിയിലേക്ക് ട്രക്ക് ചെയ്യാൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മൂപ്പരെ കണ്ടാൽ മതി, കാര്യങ്ങൾ മൂപ്പര് റെഡിയാക്കി തരും എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മൾ ഇഷ്ടംപോലെ ഒരു 1/2 മണിക്കൂർ നിന്ന് വണ്ടിക്ക് കൈയും കാര്യങ്ങളൊക്കെ കാട്ടി. ഒരു വണ്ടി നിർത്തിയില്ല. ലാസ്റ്റ് ഒരു സാൻഡ്രോ വന്ന് ആ സാൻഡ്രോക്ക് നമ്മൾ കൈ കാട്ടി. സാൻഡ്രോ കയറിയിട്ട് മൂപ്പരെ പേരെന്താ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇതായിരിക്കണുണ്ടോ, ഇതാണ് ഹിമാലയൻ മുസാഫിർ. മൂപ്പരെ ഷോപ്പും കാര്യങ്ങളാണത്. എന്താ കോയിൻസിഡൻസ് നോക്കിങ്ങള്. ഈ ലോകം എത്ര ചെറുതാണുള്ളതെന്ന് ആലോചിച്ച് നോക്കി. ഒന്നുമില്ല, എമ്മാരി അടിപൊളിയാ. ഒരു വണ്ടി നിർത്തിയില്ല, നമ്മൾ കേറിയ വണ്ടി മൂപ്പര വണ്ടി. എമ്മാരി കോയിൻസിഡൻസാ. കിട്ടില്ല മനുഷ്യർ, കിട്ടില്ല മനുഷ്യർ. അടിപൊളി മനുഷ്യൻ. താങ്ക് യു മുസാഫിർ. താങ്ക് യു. തണുപ്പ് തുടങ്ങി, തണുപ്പ്. ഊട്ടി എത്തിയമാരുണ്ട്. ഊട്ടി തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. അപ്പൊ നമ്മളിപ്പോ മുസാഫിർ ഭയ്യനെ കണ്ടപ്പോ മുസാഫിർ ഭയ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താ പറയണ വെച്ച് കഴിഞ്ഞാല് സമയം 2 മണിയായി. അതേമാതിരി തന്നെ നല്ല മഴക്കാറുണ്ട് ഇവിടെ. മഴക്കാറുള്ളത് കൊണ്ട് നമ്മളെ അവിടെ എൻട്രി ചെയ്യണം. ആദ്യം എൻട്രി ചെയ്ത് എന്തോ പണ്ട് ഇവിടെ ഫീസും കാര്യങ്ങളൊന്നും ഉണ്ട്. ഇപ്പോൾ ഒരു ചെറിയ എൻട്രി ഫീയോ അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ അത് ചെയ്യണം, ലോഗിൻ ചെയ്യണം, എന്നാലേ കയറാൻ കഴിയുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെ കയറ്റി വിടൂല എന്നാണ് മുസാഫിർ ഭയ്യ പറഞ്ഞത്. പോയോക്കാൻ പറഞ്ഞെന്തായാലും അത് പോയോക്കി പോവാണ്. പറ്റിയാൽ കയറും, മാക്സിമം നമ്മൾ കയറാൻ ശ്രമിക്കും. നമുക്ക് ടൈമില്ല, നാളെ റിട്ടേൺ അടിക്കാനുള്ള. ഇതാണ് ഗൈസ് ധർമ്മശാല, റിയൽ ധർമ്മശാല. ചെറിയ ടൗണാണ്. ഒരു ഹിൽ സ്റ്റേഷൻ പോലെ അത്രയും സെറ്റപ്പ് ഒന്നും ഇല്ല. നമ്മളെ ഷിംല, മണാലി അങ്ങനത്തെ ഇല്ല. ചെറിയൊരു ഹിൽ സ്റ്റേഷൻ പോലത്തെ ഒരു സെറ്റപ്പ്. ഈ മലമുകളിൽ വന്നിട്ടുള്ളൊരു ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഹിൽ സ്റ്റേഷൻസിലും മലൻ്റെ മുകളിലും മാത്രമേ കിട്ടുള്ളൂ. അത് എവിടെ പോയാലും ആ ഒരു ഫീൽ നമുക്ക് കിട്ടില്ല. നോക്കി നിങ്ങൾ. ഇപ്പോൾ ഇതാണ് മെക്ലിയോഡ്ഗഞ്ച്, ഷിയോണിലേക്ക് പോകുന്ന കടല്ല മെക്ലിയോഡ്ഗഞ്ച്. ഏകദേശം എല്ലാ ഹിൽ സ്റ്റേഷൻസും ഒരേപോലെ തന്നെ. ഇവിടെ വന്നപ്പോൾ തന്നെ അവസ്ഥ
സെയിം ഷിംല പോലെ തന്നെ, ഷിംല മസൂരി സെയിം സ്റ്റേഷൻസൊക്കെ ഏകദേശം തന്നെ ഒരേ വഴി. താജിമ് വീണ്ടും ചാമ്പിയിട്ട് പോയി. ഞാൻ വരുവഴിയിൽ സായിപ്പിനെ കണ്ടപ്പോൾ താജിമ് കയറി പോയി. അടുത്ത വല്ല വണ്ടി കിട്ടുമോക്കട്ടെ. ഇവിടെ എത്രത്തോളം ശാന്തമാണ് നോക്കി. ഞാൻ ഈ മൈക്കും കാര്യങ്ങളും പോലും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഫോണിൻ്റെ വോയിസ് റെക്കോർഡിൻ്റെ പോലെ പോടി റെക്കോർഡ് ചെയ്ത് കൊടുക്കണേ. ഫൈനലി ഗൈസ്, നമ്മൾ നടന്ന് നെല്ലു ടെമ്പിൾ എത്തി. നെല്ലു ടെമ്പിൾ എത്തിക്കുള്ളൂ. ഇവിടുന്ന് 5 മണിക്കൂറോളം യാത്ര ഉണ്ട് പിന്നെ ട്രിയുണ്ടിലേക്ക്. നെല്ലു ടെമ്പിൾ കാണിച്ചുതരാം. ഈ കാണുന്നതാണ് നെല്ലു ടെമ്പിൾ.